ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ മകന്റെ വിവാഹത്തിന് പോലും എത്താത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലേക്ക് കുതിച്ചെത്തിയത് കേരളത്തെ കാവിയണിയിക്കുക എന്ന RSS അജണ്ടയുടെ ഭാഗമായാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള കേരളത്തിൽ നിന്നും ഒരു MP-യെ ഇതുവരെ വിജയിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത് പഴയ RSS പ്രചാരകൻ കൂടിയായ മോദിയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. ഈ നാണക്കേട് മാറ്റാനാണ് ഇത്തവണ അദ്ദേഹവും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം. കൊച്ചിയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും കേരളത്തിലെ BJPക്ക് ഉണർവേകുന്നതിനായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ തിരുവനന്തപുരത്തും അധികം താമസിയാതെ തന്നെ മോദി റോഡ് ഷോ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ നിരന്തരമായി പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിലെത്തിക്കുന്നതിലൂടെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൊളിച്ചെഴുതാനാണ് BJP ശ്രമിക്കുന്നത്. തൃശ്ശൂരിന് പുറമെ തിരുവനന്തപുരവും BJP ഏറെ വിജയസാധ്യത കാണുന്ന മണ്ഡലമാണ്. ഇവിടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. കേരളത്തിൽ അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞാൽ ആ പിടിവള്ളി ഉപയോഗിച്ച് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തി കരുത്താർജിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. നിലവിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്താണ് BJP ഉള്ളത്. തൃശ്ശൂരിൽ അവർക്കുള്ളത് 3ാം സ്ഥാനമാണ്. A ക്ലാസ് മണ്ഡലമായി BJP ദേശീയ നേതൃത്വം കാണുന്ന ഈ 2 മണ്ഡലങ്ങളിലും ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമാണ് തമ്പടിക്കാൻ പോകുന്നത്. സംഘപരിവാർ സംഘടനകൾ ഇതിനകം തന്നെ ഈ മണ്ഡലങ്ങളിൽ സജീവമാണ്. കേരളത്തിലെ വിജയം പ്രധാനമന്ത്രിയുടെ അഭിമാന പ്രശ്നമായി മാറിയതിനാൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന കടുത്ത മത്സരമായി തൃശ്ശൂരും തിരുവനന്തപുരവും ഇത്തവണ മാറും. നിലവിൽ തൃശ്ശൂരും തിരുവനന്തപുരവും കോൺഗ്രസിൻ്റെ കൈവശമാണുള്ളതെങ്കിലും നിയമസഭയിലെ BJP അക്കൗണ്ട് പൂട്ടിച്ച ഇടതുപക്ഷത്തിൻ്റെ നീക്കങ്ങളാണ് BJP ദേശീയ നേതൃത്വം ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നത്. തൃശ്ശൂരിൽ VS സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാൽ BJPയും ഇടതുപക്ഷവും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുക എന്നാണ് BJP വിലയിരുത്തുന്നത്. തിരുവനന്തപുരത്ത് CPIയിൽ നിന്നും CPM സീറ്റ് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായാൽ അവിടെയും മത്സരത്തിൻ്റെ സ്വഭാവം തന്നെ മാറുമെന്നാണ് കാവിപ്പട കരുതുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും വ്യക്തമായ മേധാവിത്വം ഇടതുപക്ഷത്തിനുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ടു നൽകിയ വോട്ടുകളുടെ ബലത്തിലാണ് 20ൽ 19 സീറ്റുകളും തൂത്തുവാരാൻ UDFന് കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അഥവാ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ പോലും കോൺഗ്രസിനെ പരിഗണിക്കുന്നില്ല എന്നാണ് ആ മുന്നണിയിലെ അവസ്ഥ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ മാറി ചിന്തിച്ചാൽ അത് ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യുക. പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധം നടത്തിയത് ഇടതുപക്ഷ സംഘടനകളാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരന്നത് ഇടതുപക്ഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തീർത്ത മനുഷ്യ ശൃംഖലയിലാണ്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി ഒരു നിയമസഭാ പ്രമേയം പാസാക്കിയെങ്കിൽ അത് നടന്നതും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ്. ഇതിനു പുറമെ ന്യൂനപക്ഷ വിരുദ്ധമായ കേന്ദ്ര നയങ്ങൾക്കെതിരെ നിരന്തരമായ പ്രതിഷേധമാണ് ഇടതുപക്ഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ഹൈന്ദവ വോട്ട് ബാങ്കിന് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് ന്യൂനപക്ഷ വോട്ടുകളെയും CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ ആകർഷിച്ചിരുന്നത്. ലീഗിൻ്റെ വോട്ട് ബാങ്കായ സമസ്തയുടെ ഉൾപ്പെടെയുള്ള വോട്ടുകളിലും വലിയ വിള്ളലാണ് വീണിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതും UDF നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ക്രൈസ്തവ വിഭാഗത്തിലും UDFൻ്റെ സ്വാധീനം വലിയ രൂപത്തിലാണ് കുറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിൽ 15 ലോക്സഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. CPM നേതാക്കളുടെ ഈ കണക്കുകൂട്ടൽ BJPയുടെയും മോദിയുടെയും കേരളത്തിലെ പ്രതീക്ഷകൾക്ക് മേലാണ് കരിനിഴൽ പടർത്തുന്നത്. ഇടതുപക്ഷവും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായാൽ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന തൃശ്ശൂരിലും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പരിവാർ നേതൃത്വം ഭയക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരെ, പ്രത്യേകിച്ച് CPM പ്രവർത്തകരെ ആശങ്കയോടെയാണ് BJP നേതൃത്വം നോക്കിക്കാണുന്നത്. BJP എതിർക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെയാണ് CPM പ്രവർത്തകർ കടന്നാക്രമിക്കാറുള്ളത്. BJP RSS പ്രവർത്തകരുടെ നിലപാടും ഇതിന് സമാനമാണ്. ഇങ്ങനെ വൈര്യത്തോടെ പെരുമാറുന്ന ഇരുവിഭാഗം പ്രവർത്തകരും രംഗത്തിറങ്ങുന്നത് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീറും വാശിയും നൽകും. CPI മത്സരിക്കുന്ന തൃശ്ശൂരിൽ കഴിഞ്ഞ കാലങ്ങളിൽ സജീവമാകാതിരുന്ന CPM പ്രവർത്തകരും അനുഭാവികളും ഇത്തവണ ഏറെ വാശിയോടെയാണ് രംഗത്തിറങ്ങാൻ പോകുന്നത്. കോൺഗ്രസ് 3ാം സ്ഥാനത്തിനായാണ് ഇത്തവണ മത്സരിക്കുന്നതെന്നാണ് DYFI പ്രവർത്തകരുടെ പരിഹാസം. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയെന്നാണ് CPM
ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും തൃശ്ശൂരിൽ BJPയെ തകർത്താൽ അതിൽ പരം മറ്റൊരു തിരിച്ചടി മോദിക്ക് നൽകാൻ വേറെയില്ലെന്ന് വിലയിരുത്തി തന്നെയാണ് തൃശ്ശൂരിൽ CPM പ്രവർത്തകർ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത്.